ആൺ സുഹൃത്തുക്കൾ താമസിക്കുന്ന വീട്ടിൽ ഒരു പെൺകുട്ടി തനിച്ചു പോയാൽ എന്താണ് പ്രശ്നം? ഞങ്ങൾ ബെസ്റ്റികളല്ലേ? പഴയ തലമുറ മോറൽ പോലീസുകാരാകാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ജെൻസി പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അതിൽ പ്രശ്നമുണ്ട് മക്കളെ. അവർ നിങ്ങളുടെ എത്ര അടുത്ത സുഹൃത്തുക്കളാണേലും അവസരം കിട്ടുമ്പോഴാണ് പലരുടെയും തനി സ്വഭാവം പുറത്തു വരുന്നത്. ബംഗളൂരുവിൽ മലയാളി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് സുഹൃത്തുക്കൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെ വയനാട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഈ മാസം 11-ന് മടിവാളയിലെ സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ച് 20-കാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായാണ് കേസ്. ബംഗളൂരുവിൽ പഠിക്കുന്ന കോട്ടയം സ്വദേശിയായ പെൺകുട്ടി പഠനത്തോടൊപ്പം സുഹൃത്തുക്കൾ നടത്തുന്ന മോമോസ് ഷോപ്പിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. ഇതിന് സമീപം സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് പ്രതി ഹൈനസ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ പിറ്റേ ദിവസം തന്നെ മടിവാള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകരുതെന്നാണ് ആവശ്യപ്പെട്ടതെന്നും പെൺകുട്ടി ആരോപിച്ചിരുന്നു. വിർജിനാണോ എന്ന് ചോദിച്ച് അപമാനിക്കുകയും ചെയ്തു. മടിവാള പോലീസ് കേസെടുക്കാൻ തയ്യാറാകാതിരുന്നതോടെ പെൺകുട്ടിയും സുഹൃത്തുക്കളും ബംഗളൂരു നോർത്ത് ഈസ്റ്റ് DCPയെ സമീപിച്ചു. തുടർന്ന് DCPയുടെ നിർദ്ദേശപ്രകാരമാണ് മെയ് 18-ന് FIR രജിസ്റ്റർ ചെയ്തത്. ഇതോടെ ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വയനാട്ടിൽ നിന്ന് കർണാടക പോലീസ് പിടികൂടുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ട്രാൻസിസ്റ്റ് വാറന്റ് ഉപയോഗിച്ച് പ്രതിയെ ബംഗളൂരുവിലെത്തിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ മടിവാളയിൽ ഷോപ്പ് ആരംഭിച്ചപ്പോൾ ഇതിനുവേണ്ട സ്ഥലം കണ്ടെത്തി നൽകിയതും മറ്റു സഹായങ്ങൾ നൽകിയതും ഹൈനസ് ആയിരുന്നു. എന്നാൽ സ്ഥാപനം നഷ്ടത്തിലായതോടെ വിൽക്കാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായാണ് ഹൈനസ് ഇവിടെ എത്തിയതെന്നാണ് വിവരം. പെൺകുട്ടി ഉന്നയിച്ച ആരോപണം വിവാദമായതിന് പിന്നാലെ മടിവാള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിയെടുത്തിരുന്നു. ഇയാളെ സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. പ്രതി ഹൈനസ് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.